ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. മാരീസൻ മാമന്നന്റെ സക്സസ്ഫുളിന് ശേഷം ഫഹദ് ഫാസിൽ വടിവേലു കോംബോ വീണ്ടും കൊളാബറേറ്റ് ചെയ്ത ഒരു തമിഴ് ക്രൈം ത്രില്ലറാണ് മാരീസൻ. സിനിമയുടെ ഡയറക്ടർ സുധീഷ് ശങ്കർ. പുള്ളി അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല. മലയാളത്തില് ദിലീപിന്റെ വില്ലാളി വീരൻ ചെയ്തത് പുള്ളിയാണ്. അപ്പൊ പുള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡീസന്റ് സ്ക്രിപ്റ്റ് വന്നു എന്നുള്ളത് സർപ്രൈസിംഗ് ആണ്. അത് വളരെ നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് മാരീസനിൽ സുധീഷ് ശങ്കർ. ആൻഡ് സിനിമ എഴുതിയിരിക്കുന്നത് റിട്ടൺ ബൈ വി കൃഷ്ണമൂർത്തിയാണ്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ യുവൻ ശങ്കർ രാജ. പുള്ളി ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന മ്യൂസിക് വളരെ ഡീസന്റ് മ്യൂസിക് ആണ്. അതായത് ഇതില് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഫഹദ് ഫാസിലിന് ഒരു ബിൽഡപ്പ് മ്യൂസിക് കൊടുക്കുന്നുണ്ട് യുവൻ. ആ പ്രൈം യുവനെ ഞാൻ കുറച്ച് നാൾക്ക് ശേഷം കണ്ടു. വലിയൊരു വ്യത്യാസമുള്ള ഒരു ബീജിയമോ അല്ലെങ്കിൽ ഒരു വലിയൊരു അടിയും പിടിയൊക്കെ ഉള്ള ബീജിയൊന്നുമില്ല. പക്ഷെ ഒരു നല്ലൊരു ക്ലാസ് ബീജിയമാണ് അതിൽ ഇട്ടിരിക്കുന്നത് ഫഹദിന് വേണ്ടി. അതിന്റെ ആ ക്ലൈമാക്സ് പോർഷനിൽ വീണ്ടും ആ മ്യൂസിക്കുകളൊക്കെ ആ ബീജിയം ഒക്കെ വരുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ സിനിമയിലുടനീളം ആ ടെൻഷൻ സിറ്റുവേഷൻസ് ഒക്കെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് യുവൻ ഒരു തിരിച്ചുവരവ് ഒരിടത്തും പോയിട്ടില്ല. എന്നിരുന്നാലും ആ ഒരു നന്നായിട്ടുള്ള ഒരു മ്യൂസിക് കുറെ നാൾക്ക് ശേഷം ഈ സിനിമയിൽ ഞാൻ കേട്ടു. ആൻഡ് യുവൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന് വേണ്ടി RB ചൗധരിയാണ്. പുള്ളി ഒരുപാട് സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ടീംസ് ആണ്. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഫഹദ് ഫാസിൽ, വടിവേലു തന്നെയാണ്. കോവൈ സരള മറ്റ് അഭിനേതാക്കളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ ദയ എന്ന ഒരു കള്ളനായിട്ടാണ് ഫഹദ് ഫാസിൽ. ഈ കള്ളന്റെ വേഷങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അതുപോലെ ആ ടൈപ്പ് ക്യാരക്ടറൊക്കെ നന്നായിട്ട് ഫഹദ് ഫാസിൽ കേക്കുവാക്കാണ്. ചുമ്മാ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ഫഹദ് ഫാസിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വടിവേലുമായിട്ട് ബന്ധപ്പെടുന്നു, വടിവേലുമായിട്ടുള്ള കാണാനുള്ള ഇടയാകുന്നു. അതിനുശേഷം വടിവേൽ അതിലൊരു മറവി രോഗമുള്ള ആളായിട്ടാണ് അഭിനയിക്കുന്നത്. സിനിമ കാണുമ്പോൾ തന്നെ ഇതില് കുറച്ച് മിസ്റ്റീരിയസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും. അങ്ങനെ സിനിമ സഞ്ചരിക്കുന്നു. ഇവർ രണ്ടുപേരിലും വടിവേലില് കുറച്ച് കാശ് വടിവേലിന്റെ കയ്യിലുണ്ടെന്ന് ഫഹദ് ഫാസിൽ അറിയുന്നു. അങ്ങനെ ഇതെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാനിങ്ങും കുറച്ച് കാര്യങ്ങളും കുറച്ച് സീൻസുമായിട്ട് പടം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആദ്യം കുറച്ച് സ്ലോ ആണെങ്കിലും പടം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പക്ഷെ ആ സ്ലോ വിട്ട് ഒരു മുഷിപ്പ് തോന്നില്ല. പടം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇതുപോലെ വടിവേലിൽ ഓരോ കാര്യങ്ങൾ മറന്നു പോകുന്നു. അത് ഫഹദിന് ദേഷ്യം വരുത്തുന്നു. എന്നാലും ഫഹദ് അത് ക്ഷമിക്കുന്നു, കാരണം കാശ് കിട്ടണമല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ സീൻ ബൈ പോകുമ്പോൾ ഇന്റർവെല്ലില് കഥയിലേക്ക് സിനിമ കടക്കുകയാണ്. ആ ത്രില്ലിംഗ് മൊമെന്റ്സിലായിട്ട് കുറെ ദുരൂഹ സാഹചര്യത്തിൽ 3-4 മരണങ്ങൾ കണ്ടെത്തുന്നു. ആരാണ് ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ സിനിമ ഇങ്ങനെ നടക്കുന്നു. ഇന്റർവെല്ലാകുന്നു. ഇന്റർവെല്ലിന് ശേഷം ഫഹദ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോ ഇതിൽ സിനിമ ഒരു പറയുന്നത് പെഡോഫൈൽ, അതായത് സമൺ ഹൂയിസ്, അത് ഞാൻ പറയുന്നില്ല, അതാണ് സംഭവം. അതായത് മേജർ ആയിട്ടല്ലാതെ മൈനർ ആയിട്ടുള്ള കുട്ടികളെ സെക്ഷുവലി അങ്ങനെ ചെയ്യുന്ന ഒരു കുറച്ച് കഥകളൊക്കെ കൊണ്ടുവന്ന് അത് ഒരുപാട് മോഡിഫൈ ഒന്നും ചെയ്യാതെ നമുക്ക് ഇങ്ങനെയാണ് സംഭവം എന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് കഥ കൂടുതൽ കടന്നു പോകുന്നത്. അപ്പോൾ വടിവേലിന്റെ വൈഫ് ഒരു കൗൺസിലറാണ്, ഈ സ്കൂൾ കുട്ടികളെയൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പൊ അതിന്ന് വടിവേലിന്റെ വൈഫിനും അങ്ങനെ ഒരു രോഗം ഉണ്ടാവുന്നു. സംഭവം അങ്ങനെ ആ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ സംഭവത്തിൽ വരുന്നു. അപ്പോ സിനിമയിൽ ഇതുപോലെ അങ്ങനെ 2-3 കുട്ടികൾ മരിച്ചു പോകുന്നു, സൂസൈഡ് ചെയ്യുന്നു. അപ്പോൾ അതൊരു പ്രതികാര രൂപേണ വടിവേലിന്റെ ഭാര്യ താൻ കാരണമാണ് ഈ കുട്ടികളൊക്കെ മരിച്ചു. സിനിമ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അവരും സൂസൈഡ് ചെയ്യുന്നു. അപ്പം വടിവേല് തന്റെ വൈഫിന് വേണ്ടിയിട്ടും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടും അങ്ങനെ തിരിച്ചൊരു റിവെഞ്ച് ചെയ്യുന്നു. അതുമായിട്ട് ഫഹദ് ഫാസിൽ കൂടെ നിൽക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്നു. പിന്നെ അവർ ജയിലിൽ പോകുന്നു. അങ്ങനെ ഒരു സിനിമയാണ്. വളരെ ബോറടിക്കാത്ത കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു നല്ല ഡീസന്റ് ഫിലിം തന്നെയാണ് മാരീസൻ. ആൻഡ് ഇവര് രണ്ടുപേരുടെ പെർഫോമൻസ്, വടിവേലൊക്കെ ഇനിയും ഒരുപാട് സിനിമകളൊക്കെ ചെയ്യണം. പുള്ളിക്കാരന്റെ പെർഫോമൻസ് ഒക്കെ അതീവ സൂപ്പറാണ്. അത് കിട്ടില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഫഹദ് ഫാസിലിന് ഇതൊരു വിഷയമുള്ള കാര്യമല്ല. ഇനി ചുമ്മാ ഇതൊക്കെ ചെയ്ത് തീർക്കും. ഇതൊന്നും ഒരു ക്യാരക്ടറേ അല്ല ഫഹദ് ഫാസിലൊക്കെ ഇതൊക്കെ ചുമ്മാ കല്ലുപോലെ ചെയ്തു വിടും. ആൻഡ് മൊത്തത്തില് മാരീസൻ എ ഗുഡ് ക്രൈം ത്രില്ലർ, ഒരു നല്ലൊരു ഡീസന്റ് സിനിമ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇനിയും നല്ല സിനിമാ വിശേഷങ്ങളായിട്ട് വരാം. ബൈ ബൈ.